ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനോട് ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതായത് അപ്കമിങ് വിശേഷമായിട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. അങ്ങനെ നമ്മുടെ അലീന കൊട്ടാരമറ്റത്തെ വീട്ടിൽ ചെന്നിട്ട് അവിടെ എല്ലാവർക്കും വലിയൊരു എന്താ പറയാ മാറ്റം തന്നെ ആയി പോയി. നമ്മുടെ അലീന ചെന്നപ്പോഴത്തേനും അലീന ചെന്ന സമയത്തുണ്ടായിരുന്ന അലീന അല്ല തിരിച്ചു വന്നപ്പോഴും നമ്മുടെ അലീന. അവിടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പറ്റിയിട്ടാണ് നമ്മുടെ അലീന തിരിച്ചു വരുന്നത്. അലീനെ അവിടെ യാത്ര അയക്കാനായിട്ട് കൊട്ടാരമറ്റത്തിലെ എല്ലാവരും ഉണ്ടായിരുന്നു സങ്കടത്തോടു കൂടി. ഇനി എന്നാണ് അലീന വരുന്നത്? ഇനി മോള് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, അങ്ങോട്ടേക്ക് വരണം, ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ ഔസേപ്പച്ചനും ആൽബർട്ടും എല്ലാവരും ഉണ്ട് കേട്ടോ, റോബർട്ടൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ്. അങ്ങനെ നമ്മുടെ അലീന ആകെ മൊത്തത്തിൽ കൊട്ടാരമറ്റത്തെ വീട്ടിലെ എല്ലാവരെയും മാറ്റിയെടുത്തു, കയ്യിലാക്കി. തിരിച്ച് സ്റ്റാൻലിയുടെ കൂടെ സ്റ്റാൻലിനെ മാറ്റിയെടുത്തു. സ്റ്റാൻലിയുടെ അനിയന്മാരൊക്കെ തമ്മിൽ ഒരു എന്താ പറയുക, ഒരു ബോണ്ടിങ് ഇല്ലായിരുന്നു. സ്റ്റാൻലി എപ്പോഴും മസിലൊക്കെ പിടിച്ച് സ്റ്റാൻലി എല്ലാവരുടെയും മുമ്പിൽ ആ ഈ ആ ഒരു ഇതേ ഉള്ളൂ, ഒരു മുക്കലും മൂളലും ഒക്കെ ഉള്ളൂ, അല്ലാതെ വലിയ വർത്താനം പറച്ചിലും ഒന്നുമില്ല. അതൊക്കെ നമ്മുടെ അലീന ഒന്ന് ചെറുതായിട്ടൊക്കെ മാറ്റിയെടുത്തു. തിരിച്ച് കൊട്ടാരമറ്റത്തെ വീട്ടിൽ നിന്ന് നേരെ കൊളുത്തുപുഴയിലേക്ക് വന്നു. കൊളുത്തുപുഴയിലേക്ക് എത്തി. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ വരാൻ പോവാണ് കേട്ടോ. അപ്പം മകളെ കൊണ്ടാക്കിയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇതുവരെ കാണാൻ വന്നില്ലല്ലോ. അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോവാൻ പറ്റുമോ നമ്മുടെ അലീനെ? അപ്പൊ അതുകൊണ്ട് തന്നെ മനു കാണാൻ വന്നു. അപ്പം അലീനെ കാണാൻ വേണ്ടി വരികയാണ്, അലീനെ കാണാൻ വേണ്ടി ബാലചന്ദ്രൻ വരികയാണ്. അങ്ങനെ ബാലചന്ദ്രൻ കൊളുത്തുപുഴ വീട്ടിന്റെ ആ ഫ്രണ്ടിലേക്ക് എത്തി. ഗേറ്റ് തുറന്ന് വണ്ടി കയറ്റി അകത്തേക്ക് കൊണ്ടുവന്ന് ഉടനെ തന്നെ കുറെ പട്ടികളുണ്ടല്ലോ, എല്ലാം കൂടെ ചാടി എടുത്ത് ഓടി വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ അലീന ഓടി ചെന്നിട്ട് ഈ പട്ടീനെയൊക്കെ പിടിച്ചു. അപ്പോഴത്തേക്കും വണ്ടി കണ്ടപ്പോ തന്നെ അലീനയ്ക്ക് കാര്യം പിടികിട്ടി, തന്റെ അച്ഛനാണെന്ന്. ഓടി ചെന്നു. അയ്യോ അച്ഛൻ എന്താ അച്ഛാ, കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ എന്നോട് പറഞ്ഞതല്ലായിരുന്നോ വരില്ല എന്ന്? പിന്നെ എന്താ പറ്റിയത്? അച്ഛൻ എന്താ ഈ വിളിക്കാതെ വന്നത്? ഇത് വല്ലത് സർപ്രൈസ് ആയി പോയിട്ടോ അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രമേനോനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കവിളിൽ കൊടുത്തു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അലീനെ ഈ ഒരു ബാലചന്ദ്രനെ സ്നേഹിക്കുന്ന കണ്ടപ്പോ തന്നെ പട്ടികളെല്ലാം പതുക്കെ ഓടിച്ചാടി കടിക്കാൻ വന്ന പട്ടികളൊക്കെ പതുക്കെ ബാക്കിലേക്ക് പിന്തിരിഞ്ഞ് അങ്ങ് പോയി കേട്ടോ. ഏതായാലും പട്ടികളൊക്കെ പോയി. അപ്പം നമ്മുടെ അലീനയോട് ചോദിച്ചു, നീ ഇവന്മാരുമായിട്ട് കൂട്ടായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഏയ് കൂട്ടാണ്ട കാര്യമുണ്ടോ, അവന്മാരുമായിട്ട് ഞാൻ പണ്ടേ കൂട്ടല്ലേ. ഞാൻ വന്നപ്പോ തന്നെ അവന്മാർ എന്നോട് സെറ്റായി, ഞാനും അവന്മാര് ഭയങ്കര കൂട്ടൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞ് ഇവിടുത്തെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ അവന്മാര് തന്നെയാണ്. അവന്മാരോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് സത്യം പറഞ്ഞിട്ട് സമയം പോകുന്ന അച്ഛാ. വന്ന കാലത്ത് തന്നെ നിൽക്കാതെ കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റിയിരുത്തി. ഏതായാലും അകത്തേക്ക് കയറ്റിയിരുത്തി ഇപ്പൊ ഞാൻ ചായ എടുക്കാം, പിന്നെ ഇവിടെ അപ്പച്ചനുണ്ട്, വല്യപ്പച്ചനെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഔതക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ ഔതക്കുട്ടീനെ വിളിച്ചു. ഔതക്കുട്ടി വന്നു. ഔതക്കുട്ടി വന്നിട്ട് ഇതാര് ബാലചന്ദ്രമേനോനോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബഹുമാനത്തോടു കൂടി നമ്മുടെ ബാലചന്ദ്രൻ ഔദ്യക്കുട്ടീനെ കണ്ടതു വന്ന് എണീറ്റു മുണ്ടൊക്കെ ഒന്ന് പിടിച്ച് നേരെ ഇട്ടിട്ട് വീണ്ടും ഇരുന്നപ്പോഴത്തേക്കും ബാലചന്ദ്രമേനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എവിടെയാ, അവിടെ എങ്ങനെയാ, പാലയില് മഴയൊക്കെ ഉണ്ടോ? ഇവിടെയേ കുറച്ച് മഴ കുറവാ. പിന്നെ അറിയാലോ ഇവിടെ മഴ വന്നാലും പ്രശ്നമാണ്, ഇവിടെ റബ്ബറിന്റെ പരിപാടിയാണല്ലോ കൂടുതലുള്ളത്. അപ്പൊ പിന്നെ മഴ വരാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് മഴ വരാതിരിക്കാന്ന് വെക്കാം, പക്ഷെ വീണ്ടും ഉണ്ടല്ലോ ഇവിടെ കർഷകരെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ ബാലചന്ദ്രനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ബിസിനസ്സൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു, അതെ ഞാൻ ബാലചന്ദ്രനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ആദ്യം ബാലചന്ദ്രനോട് എനിക്കൊരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ബാലചന്ദ്രൻ കാരണമാണല്ലോ അലീന ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഓർത്തിട്ട്. ഏതായാലും ഇപ്പൊ ആ ഒരു ദേഷ്യമൊന്നും എനിക്കില്ല. കാരണം അലീന വന്നത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ എന്റെ ജീവിതത്തിലും എന്റെ മകന്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ചു. ഏതായാലും അവള് ഗ്രേറ്റ് ആണ്, അവളെ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ നമ്മുടെ ഔതക്കുട്ടി പറയുന്നത് കേട്ടപ്പോ തന്നെ നമ്മുടെ ബാലചന്ദ്രന്റെ മനസ്സൊന്ന് എന്താ പറയാ കുളിർമഴ പെയ്യുന്ന പോലെ ആയിട്ടോ. നമ്മുടെ അലീനയെ എവിടെ കൊണ്ടാക്കിയാലും നല്ലത് മാത്രമല്ലേ എല്ലാവർക്കും പറയാനുള്ളൂ. എന്തോ നമ്മുടെ ബാലചന്ദ്രന് തന്നെ സ്വയം രോമാഞ്ചമൊക്കെ, ഇങ്ങനെ കയ്യിലെ രോമങ്ങളൊക്കെ എണീറ്റ് പൊങ്ങി നിന്നു. അപ്പൊ തന്നെ നമ്മുടെ ബാലചന്ദ്രന് ഒരു മനസ്സിലൊരു സന്തോഷം തോന്നി. ബാലചന്ദ്രൻ പറഞ്ഞു, എനിക്കറിയായിരുന്നു, അല്ലെങ്കിലും അവള് എല്ലാവരുടെയും മനസ്സ് കീഴടക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. പക്ഷെ അവളുടെ അമ്മയ്ക്ക് അത് അറിയത്തില്ല, അമ്മ അവളെ അറിയാതെ പോയി. പക്ഷെ അവളുടെ അച്ഛനുണ്ടല്ലോ, അത് മതി, അവൾക്ക് അച്ഛനാണെങ്കിലും മതിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവൾ എന്നെ മാത്രമല്ല മാറ്റിമറിച്ചത്, ഇവിടെ ഓരോന്ന് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇവിടുത്തെ എന്റെ മകനുണ്ടല്ലോ, അവനെ വരെ മാറ്റിമറിക്കുന്നുണ്ട്. അവന്റെയൊക്കെ സ്വഭാവം ആകെപ്പാടെ ഒരു മാറ്റമൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവനൊരു കുടുംബസ്ഥനായതും ഒരു അച്ഛനായതും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അലീന വന്നതിൽ പിന്നെയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ചായയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ഇന്ന് രണ്ടുപേരും സംസാരിച്ചോണ്ട് ഈ ചായയും കൂടെ കുടിച്ചോണ്ട് സംസാരിക്കാൻ പറഞ്ഞു. ചായ കൊടുത്തു. വന്നിട്ട് പറഞ്ഞു, ഇത് വിത്തൗട്ട് ആട്ടോ എന്ന് പറഞ്ഞു.
അപ്പം നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, എന്താ വിത്തൗട്ട് ആണോ കുടിക്കുന്നത് എന്നിങ്ങനെ അവതക്കുട്ടിയോട് ചോദിച്ചപ്പോഴത്തേക്കും, ആ പ്രായമൊക്കെ ആയില്ലേ, ഞാൻ അങ്ങനെ വിത്തൗട്ട് ഒന്നും കുടിക്കത്തില്ലായിരുന്നേ. ഇവള് വന്നതിൽ പിന്നെ എനിക്കിപ്പൊ പഞ്ചസാര തരത്തില്ല, ഉപ്പ് തരത്തില്ല, പല ഭക്ഷണക്രമങ്ങളാക്കി വെച്ചേക്കോ ഇവള്. നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ലെന്നൊരു അവസ്ഥയാന്ന് പറഞ്ഞപ്പം നമ്മുടെ അലീന എണ്ണിപ്പറക്കാൻ തുടങ്ങി. കേക്കണോ അച്ഛന്? ദേ കഴിഞ്ഞ ദിവസം കൂടെ ആശുപത്രി പോയിട്ടിരിക്കുക. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇല്ലാത്തതൊന്നുമില്ല ഈ ശരീരത്തില്. ഈ ശരീരം ഇപ്പൊ മെലിഞ്ഞു കുത്തി ഓഞ്ഞു കുത്തി ഇരിക്കുകയാണെങ്കിലേ ഇതിനകത്തില്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്താ അച്ഛാ ചെയ്യേണ്ടത്? അറിയാമോ, അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബി പി കൂടുമായിരുന്നു. അച്ഛന്റെ ബി പി ക്രമീകരിച്ചത് ഞാനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഔതക്കുട്ടി പറഞ്ഞു, ഇങ്ങനെ പോയാൽ ഇവളെന്റെ ബി പി കൂടുതൽ ക്രമീകരിക്കും കേട്ടോ ബാലചന്ദ്ര. ഇവളെ കൊണ്ട് സത്യം പറഞ്ഞാലേ ഒരു നിവർത്തിയില്ല എനിക്കിപ്പം. ചൊവ്വേ നേരം ഉപ്പിട്ടൊരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാതെ എനിക്ക് അങ്ങോട്ട് ഇറങ്ങത്തില്ലായിരുന്നേ. നല്ല പോത്തിങ്ങനെ കറുപ്പിച്ച് വരട്ടിയെടുത്ത് വെക്കുവല്ലേ. അതൊക്കെ ഇപ്പൊ എന്റെ സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതൊന്നും എനിക്കിപ്പൊ കിട്ടത്തില്ലെന്നേ. ഇവളതൊന്നും തരത്തില്ല. ചിലപ്പോ പേരിന് ഒരു കഷണം തരും. ഇവളെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാകുന്നതേ അതിനാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പ്രാഗിക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഉപ്പിട്ടോ അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ ഇതൊന്നും തരാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ വല്യപ്പച്ച. ഈ വല്യപ്പച്ചനെ എനിക്ക് കിട്ടിയിട്ട് ഒത്തിരി ഒന്നും ആയില്ലല്ലോ, കുറച്ചു നാളായതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങോട്ടേക്ക് കുറച്ചധികം നാളുകൂടി ഈ വല്യപ്പച്ചന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെയാ വല്യപ്പച്ചൻ എന്റെ കൂടെ വേണമെങ്കിലേ ഈ ഭക്ഷണക്രമമായിട്ട് പോയാലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ഒന്ന് ചിരിക്കാണ് കേട്ടോ. ഏതായാലും അലീനയുടെ സൗഭാഗ്യമൊക്കെ കണ്ടതും ഒരുപാട് സന്തോഷം നമ്മുടെ ബാലചന്ദ്രന് തോന്നുന്നുണ്ട്. അങ്ങനെ ഔതക്കുട്ടിക്ക് വന്ന മാറ്റവും അതുപോലെ ഔതക്കുട്ടി സ്വന്തം കൊച്ചുമകളായിട്ട് തന്നെ നമ്മുടെ അലീനയെ സ്വീകരിച്ചതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ചായ കുടിക്കാതെ ഇവരുടെ സംസാരമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ആ ചായയിലെ പാട കിട്ടണണ്ടേ, അതങ്ങോട്ട് കുടിക്കാൻ നോക്ക്. പിന്നെ ഞാൻ ലെമൺ ടീ എടുക്കാത്തത് വേറൊന്നും കൊണ്ടുമല്ല, എന്റെ കൈ കൊണ്ടിട്ട് ചായ കുടിച്ചിട്ട് കുറെ ദിവസമായില്ലേ, അതുകൊണ്ടാ. കുഴപ്പമുണ്ടോ അച്ഛാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഈ ചായയും കൂടെ കുടിക്കാൻ വേണ്ടി തന്നെയാടി മോളെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എത്ര ദിവസമായി എന്നറിയാമോ ടേസ്റ്റ് ഉള്ള ഒരു ചായ കുടിച്ചിട്ട്. ഈ സമയത്ത് നമ്മുടെ വല്യപ്പച്ചൻ, അതെ ഞാനിപ്പോ വരാം, നിങ്ങൾ രണ്ടുപേരും അങ്ങ് സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കുട്ടി അങ്ങ് മാറിപ്പോയി. അങ്ങനെ നമ്മുടെ അലീനോട് ചോദിക്കുക, ബാലചന്ദ്രൻ മോളെ നിനക്ക് സുഖം തന്നെയല്ലേ? അതെന്തൊരു ചോദ്യാ അച്ഛാ ചോദിക്കുന്നത്? സുഖമാണോന്നോ? എനിക്കിവിടെ പരമസുഖാന്നേ, എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ വന്നയിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങളൊക്കെ ഞാനങ്ങ് ഒതുക്കി തീർത്തു. അച്ഛന് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എല്ലാം പറയാറൊക്കെ ഉണ്ടല്ലോ. അതുപോലെയൊക്കെ തന്നെ വല്യപ്പച്ചനെ പഞ്ചപാവ. അതുപോലെ വല്യപ്പച്ചന്റെ വീട്ടുകാരും. ഇന്നലെ അച്ഛൻ ഇവിടെ വന്നതെങ്കിൽ ഞാൻ ഇവിടെ കാണത്തില്ലായിരുന്നു. അതെന്താ മോൾ ഇന്നലെ എവിടെ പോയിരുന്നു? അതേ ഞാൻ ഇന്നലെ കൊട്ടാരമറ്റത്തായിരുന്നു, അങ്ങ് പുനലൂരെ. അവിടെ ചെന്ന് 2 ദിവസം നിന്നിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെയാ എന്റെ പപ്പയുടെ വീട്. അപ്പോഴത്തേക്കും എനിക്കറിയാം, ഞാൻ പുനലൂര് പോയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് അങ്ങോട്ടേക്കാണല്ലോ പോയത്. ഞാന് അവിടെയാണ് സ്റ്റാൻലി എന്ന് വിചാരിച്ച അങ്ങോട്ടേക്ക് പോയത്. പിന്നെയാണ് കൊളുത്തുപുഴയിലേക്ക് വന്നത്. അല്ല, അവിടെയുള്ള എല്ലാവർക്കും മോളോട് സ്നേഹം തന്നെയല്ലേ? സ്നേഹമാണോന്നോ? അവിടെയുള്ള എല്ലാവർക്കും എന്റെ ജീവനാ. അതെ, അവിടുത്തെ കുട്ടികൾക്കൊക്കെ എന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? മാത്രല്ല അവിടെ ചെന്നപ്പോഴത്തേക്കും എന്നെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അവിടുത്തെ ടേബിളിൽ വരെ ആഹാരം കഴിക്കാനിരുന്നപ്പം അവരെന്നെ പറഞ്ഞു വിട്ടു. പക്ഷേ പതിയെ എല്ലാവർക്കും മനസ്സിലായി, ഞാൻ വന്നിരിക്കുന്നത് ഒന്നും വെട്ടിപ്പിടിക്കാനോ ഒന്നും പിടിച്ചടക്കാനോ ഒന്നും അല്ല, സ്നേഹത്തിന് വേണ്ടി മാത്രമാണെന്ന്. അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾ മുതൽ ഇപ്പൊ വലിയവർക്ക് വരെ എന്നെ ഭയങ്കര കാര്യ. അത് ഒരു തരത്തില് ഭാഗ്യമായി പോയച്ചാ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും മോളെ നിന്നെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നീ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു രാജകുമാരിനെ പോലെ തന്നെയാണല്ലോ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവർ നോക്കുന്നത്. ഏതായാലും നിനക്ക് കിട്ട സൗഭാഗ്യം തന്നെയാ നിന്റെ അച്ഛൻ. നിന്റെ അമ്മയ്ക്ക് നിന്നെ വേണ്ടെങ്കിൽ എന്താ, ഇയാള് നിന്നെ നല്ല രീതിയിൽ നോക്കണില്ലേ എന്ന് പറഞ്ഞപ്പോൾ, അതെ ശരിയാ അച്ഛ, എനിക്ക് 2 അച്ഛന്മാരെ കിട്ടി. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും 2 അച്ഛന്മാരെ, എനിക്ക് അത് മതി. ഇനിയിപ്പം അമ്മയില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അല്ല, അവിടുത്തെ കാര്യങ്ങളൊന്നും അച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തിയെ കൃഷ്ണയും ബബിതയും രോഹിത്തും ഒക്കെ അറിഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നതോ? ഞാൻ പറയാൻ പോയില്ല, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എല്ലാം വഴക്കുണ്ടാക്കുന്നേ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ പഴയതുപോലെ ഒന്നും അല്ല മോളെ, അവിടെ ആകെപ്പാടെ മാറിപ്പോയി. മോളുണ്ടായിരുന്നപ്പോ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരുന്നല്ലോ, വൈജ വന്ന് എല്ലാത്തിനും ഒരു മാറ്റം.
ഇപ്പം ഞാനും എൻ്റെ മക്കളും സംസാരിച്ചിരിക്കുന്ന പോലും വൈജയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ വൈജ മക്കൾക്ക് എന്തെങ്കിലും പണി കൊടുക്കും. ആ പണിയായിട്ട് മക്കൾ ഇങ്ങനെ നടക്കും. പിന്നെ പാവങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ എവിടെയാ സമയം? പിന്നെ ബബിതയും മാറിപ്പോയി, രോഹിത്തും മാറിപ്പോയി. രോഹിത്ത് റൂമിനകത്ത് തന്നെയാ. അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. ബബിതയ്ക്കാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം. നീ ഇല്ലാത്തതിന്റെ എല്ലാ കുറവും ഉണ്ട്. അപ്പൊ അവിടെ മൊത്തം മാറിയോ? മാറ്റിയെടുത്തോ? ഞാനല്ല മാറ്റിയെടുത്തതേ നിന്റെ അമ്മ തന്നെയാ. അവളുടെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. അല്ല, അമ്മ ഇപ്പോഴും അച്ഛനുമായിട്ട് ഞാൻ അവളോട് മിണ്ടാറ് കൂടിയില്ല. ഞാൻ മുഖം തിരിച്ചാ നടക്കാറുള്ളത്. പിന്നെ എന്തെങ്കിലും വലിഞ്ഞു കയറി വന്ന് എന്നോട് മിണ്ടും. ഞാനപ്പ നല്ല മറുപടിയും കൊടുക്കും. എന്താ അച്ഛാ ഇത്? അച്ഛൻ എന്തിനാ അച്ഛാ അങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കണത്? അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വേണ്ടാന്ന്? ദേ, അമ്മയ്ക്കൊന്നും അറിയത്തില്ലല്ലോ അച്ഛാ, ക്ഷമിച്ചൂടെ? ക്ഷമിക്കാനോ? അവളോട് ഞാൻ ക്ഷമിച്ചേനെ മോളെ. അവളെന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ, അവൾ എന്നെ കരുതിയിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ അവൾ എന്നോട് തുടങ്ങിയ ദ്രോഹം ഉണ്ടല്ലോ, ആ ദ്രോഹമൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത്രമാത്രം അവൾ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അതൊന്നും മറക്കാനും പോകുന്നില്ല മോളെ. എനിക്ക് ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ആ കാര്യം ഓർത്തിട്ട്. അവൾ അനുഭവിച്ചേ തീരൂ. സത്യങ്ങളൊക്കെ ഒരിക്കൽ ഞാൻ വിളിച്ചു പറയും. നീ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാ ഒരു സത്യവും ഞാൻ പറയാതിരിക്കുന്നത്. ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മോളെ എന്ന് പറഞ്ഞപ്പോ അലീന പറഞ്ഞു, വേണ്ടച്ച, അതറിയണ്ട, ഒരിക്കലും അറിയണ്ട. അതൊക്കെ അതൊക്കെ അങ്ങ് മൺമറഞ്ഞു പോട്ടെ അച്ഛാ. ഓ, അങ്ങനെ മൺമറഞ്ഞു പോയാൽ ശരിയാവോ? അവനവൻ അനുഭവിച്ച് അവനവൻ ചെയ്തതിന്റെ പാപം അവനവൻ തന്നെ അനുഭവിക്കണ്ടേ മോളെ? ആ പാപം അവൾ തന്നെ ചുമക്കണ്ടേ മോളെ? അത് തന്നെയാ ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം അധികാരം മുഴുവൻ ഈ ബാലചന്ദ്രൻ തന്നെയാ. ബാലചന്ദ്രൻ ആരുടെയും കീഴിലല്ല. പക്ഷേ 1-2 വർഷം മുമ്പ് ബാലചന്ദ്രൻ കീഴിലായിരുന്നു. ആ നന്ദിയില്ലാത്തവളുടെ, ആ വൃത്തികെട്ടവളുടെ, ഇനി ഒരിക്കലും അങ്ങനെ അവളുടെ കീഴിൽ ഞാൻ ജീവിക്കില്ല എന്നൊക്കെ. ഏതായാലും ഈ സംഭാഷണത്തിനിടയിലാണ് സ്റ്റാൻലി വരുന്നത്. സ്റ്റാൻലി വരുന്നത് കൊണ്ട് തന്നെ അവര് പെട്ടെന്ന് ഈ സംഭാഷണം അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും പപ്പ വന്നോ? അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനെ കണ്ടതും, അല്ല, ഇയാൾ എപ്പോഴാ എത്തിയത്? ഞാന് വന്നിട്ട് കുറച്ചു നേരമായി സ്റ്റാൻലി. എന്നാ കേറി വന്നിരിക്കെ. അല്ല, എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തായിരുന്നോ? അതെ, ഞാൻ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു. അല്ല, ചോറൊന്നും എനിക്ക് വേണ്ട. ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നതാ. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകും. എന്നാ പിന്നെ ഒരു പെഗ്. ഓ, പെഗിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ളതല്ലേ. ഞാൻ തന്നെയാ വന്നത്. ഇന്ന് ഞാൻ എന്റെ മാനേജറെ ഞാന് ഗോവർദ്ധനെ കൂട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ, എന്നാലും കേറി വാ, എനിക്ക് ബാലചന്ദ്രനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോഴത്തേക്കും തന്നെ ബാലചന്ദ്രൻ ഓർത്തു, എന്ത് കാര്യം സംസാരിക്കാനുള്ളത് സ്റ്റാൻലിക്ക്? എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റാൻലിയുടെ പുറകെ ബാലചന്ദ്രൻ പോയി. അതിന് റൂമിനകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാലചന്ദ്രനോട് സ്റ്റാൻലി പറഞ്ഞു, ഞാനിപ്പോ പറയാൻ പോകുന്നത് അലീനയുടെ ജീവിതത്തിലെ എന്താ പറയുക, ഒരു സുപ്രധാന ഭാഗം തന്നെയാണ്. വേറൊന്നുമല്ല, അവളുടെ വിവാഹം എനിക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. അത് എൻ്റെ അപ്പച്ചന്റെയും കൂടെ ഒരു ആഗ്രഹമാണ്. ഒരു നല്ല ചെക്കനെ കണ്ടിട്ട് അവളെ വിവാഹം കഴിച്ച് കൊടുക്കണം. അവളും ജീവിക്കണം സുഖമായിട്ട്, സുഖസുന്ദരമായിട്ട്. ഒരിക്കലും എന്റെയോ അവളുടെ അമ്മയുടെയോ ഒന്നും ജീവിതം പോലെ ആകാൻ പാടില്ല. അവള് നന്നായിട്ട് ജീവിക്കണം. സത്യം മാത്രം അറിഞ്ഞ് വിവാഹം കഴിക്കാൻ വരുന്ന ഒരു പയ്യനെ കൊണ്ട് അവളെ ഞാൻ വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രന്റെ മുഖത്തിന്റെ ആ ഒരു ഭാവമൊക്കെ അങ്ങ് മാറി. അല്ല, സ്റ്റാൻലി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് കണ്ടുവച്ചിട്ടൊന്നുമില്ല. പിന്നെ ആരെങ്കിലും തപ്പി കണ്ടുവെക്കണം. എന്നിട്ട് സത്യങ്ങളൊക്കെ അവരോട് പറയണം. ഞാൻ അവളുടെ ആരാണെന്നും എന്റെയും വൈജയുടെയും അവിഹിതത്തിൽ ഉണ്ടായ കുഞ്ഞാണ് അവളെന്നും ഒക്കെ പറഞ്ഞ് അവളുടെ വിവാഹത്തിന് ഞാൻ മാത്രമേ കാണത്തുള്ളെന്നും പറയണം. ഒരിക്കലും അവളുടെ അമ്മയുടെ ഭാഗത്തു നിന്നോ അമ്മയുടെ ആൾക്കാരോ അവളുടെ വിവാഹത്തിന് വരാൻ പാടില്ല. ഞാൻ മാത്രം മതി അവളുടെ വിവാഹത്തിന്. അതെന്തോ എൻ്റെ ഒരു വാശി. അല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെയാണെന്ന് ബാലചന്ദ്രൻ കൂട്ടിയാൽ മതി. പിന്നെ ബാലചന്ദ്ര വരണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബാലചന്ദ്രന്റെ മുഖമൊക്കെ മാറിയപ്പോഴത്തേക്കും തന്നെ സ്റ്റാൻലിക്ക് മനസ്സിലായി കേട്ടോ. അപ്പം ബാലചന്ദ്രൻ ചോദിച്ചു, അല്ല, അലീനയ്ക്ക് ഒരു ചെറുക്കനോട് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, ഏത് ചെറുക്കനോട്? അല്ല, മനു കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നല്ലോ. ഓ, അതൊക്കെ പിള്ളേരുടെ പ്രായത്തിൽ തോന്നുന്ന ഓരോരോ കോപ്രായത്തരങ്ങളെ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ ഒരു കോപ്രായത്തിൽ ചെന്ന് ചാടിയവരാണല്ലോ ഈ ഞാനും. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമാക്കണ്ട ബാലചന്ദ്ര. ഞാന് ഈ വിവാഹം നടത്താൻ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പയ്യനെ ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അവനോട് സത്യങ്ങളൊക്കെ പറയുന്ന താമസം.
നല്ല നല്ല സമ്പന്നനായ ഒരു വീട്ടിലെ ഒരു പയ്യൻ തന്നെയാണ്. അവൻ ഇവിടെയല്ല, പുറത്താ. ചിലപ്പം വിവാഹം കഴിഞ്ഞ് ഇവളെ പുറത്ത് കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്. ഏതായാലും അവളുടെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം, അല്ല അലീനയ്ക്ക് സമ്മതമാണോ അങ്ങനെ വിവാഹം നടത്താന്? ആ, അവൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചാൽ അവളുടെ പപ്പ ഞാനല്ലേ. ആ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാല് അവള് സമ്മതിക്കാതിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവള് സമ്മതിക്കും. അല്ല, ഈ പറയുന്ന മനുവിനെ ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു സ്റ്റാൻലി, അവന് അലീനെ വിവാഹം കഴിച്ച് കൊടുക്കാമെന്ന്. അവൻ നല്ല പയ്യനാ, നല്ല ജോലിയുണ്ട്. ഓ, അതിനെക്കുറിച്ചൊന്നും ദേ ബാലചന്ദ്രൻ കൂടുതൽ എന്നോട് സംസാരിക്കേണ്ട. എനിക്ക് അങ്ങോട്ടേക്ക് എന്റെ മകളെ വിടാൻ തീരെ താല്പര്യമില്ല. അത് തന്നെ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അങ്ങ് എന്തോ പോലെ ആയി പോയി കേട്ടോ നമ്മുടെ ബാലചന്ദ്രന്. ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ വരാട്ടോ. ഇനിയിപ്പോ നമ്മുടെ മനുവായിട്ടുള്ള വിവാഹമാണോ അതോ അലീനയ്ക്ക് വേറെ വല്ല വിവാഹമാണോ നടത്താൻ സ്റ്റാൻലി ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇനിയിപ്പം അലീന ഒറ്റക്കാലേ നിൽക്കുമോ, ഞാൻ മനുവിനെ കിട്ടുമോ, മനുവേട്ടനെ മതി എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ലൈക്കും കമന്റ്സും ഒക്കെ വേണം കേട്ടോ. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ്സ് നമ്മൾ ആ ഒരു രീതിയിൽ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് മടിക്കേണ്ട. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റ് തരുതരാ പോരട്ടെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.